നമ്മളെ സഹായിച്ചു. എന്നിട്ട് നമ്മളെ കൊറോണയിൽ നിന്ന് നമ്മൾ ആരെങ്കിലും രക്ഷപ്പെട്ടോ? ആദ്യത്തെ കൊറോണയിൽ മാസ്ക് 1 ആയി, രണ്ടാമത്തെ കൊറോണയിൽ മാസ്ക് 2 ആയി, ഇപ്പൊ വീണ്ടും മാസ്ക് ഇടാൻ പറഞ്ഞു. ഇനി നമ്മൾ വലിയ തലയണെങ്കിലും മേടിച്ചു വെക്കേണ്ടി വരും കൊറോണ പോകാൻ വേണ്ടി. എന്നാലും കൊറോണ പോകില്ല. 2 കിലോ മുതൽ 22 കിലോ വരെയാണ് ശരാശരി മലയാളി വെയിറ്റ് കൂടിയിട്ടുള്ളത്. നമ്മൾ എവിടെ കളി തുടങ്ങിയാലും, കലാകായിക പരിപാടികൾ തുടങ്ങിയാലും നമ്മൾ പറയും ഇപ്പൊ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന യുവാക്കൾ വഴിതെറ്റി പോകുന്നു, കഞ്ചാവ് അടിക്കുന്നു, മയക്കുമരുന്ന് അടിക്കുന്നു, കള്ളടിക്കുന്നു. പക്ഷേ ഓണത്തിനും ക്രിസ്മസിനും വിഷുവിനുമെല്ലാം ബീവറേജ് കോർപ്പറേഷന്റെ കണക്കുകൾ കൂടുന്നതനുസരിച്ച് പത്രങ്ങളും നമ്മളും ആഘോഷിക്കും. ചാലക്കുടിയും കുന്നംകുളവും തമ്മിൽ മത്സരമാണ്. ബീവറേജ് കോർപ്പറേഷൻ ആര് ജയിക്കും, ആര് പോവും? എന്നിട്ട് നമ്മൾ ഇതുപോലുള്ള ആളുകളെ കൂട്ടി നിർത്തിക്കൊണ്ട് പറയും മദ്യത്തിനെതിരെ പോരാടണം, പോരാടണം എന്ന് പറഞ്ഞ് സ്റ്റേജിന്റെ പുറകിലായിട്ട് പോയിട്ട് അരക്കുപ്പി വാങ്ങി കട്ടയിട്ട് കുടിച്ച് വെള്ളത്തിൽ കുടിച്ച് പൂസായി കാറിൽ കയറി പോകുന്നവരുടെ എണ്ണമാണ് സുഹൃത്തുക്കളെ. കേരളത്തിലെ 90% ആൾക്കാരും മദ്യപിക്കുന്നവരാണ്. ഇത് ഇല്ലാതാക്കണമെങ്കിൽ, മയക്കുമരുന്ന് ഇല്ലാതാക്കണമെങ്കിൽ ഇടയ്ക്ക് മദ്യം നിരോധിക്കുകയുണ്ടായി. അപ്പൊ 10 രൂപയ്ക്കും 15 രൂപയ്ക്കും സ്കൂൾ കുട്ടികളുടെ കയ്യിൽ കഞ്ചാവ് കിട്ടുകയുണ്ടായി. ഇപ്പൊ കഞ്ചാവിന് ഉപയോഗമാണ്. 400-500 കൊടുക്കണ്ട, ചെറിയ രൂപയ്ക്ക് മോദിക്കുകയില്ല. നമുക്ക് എപ്പോ വേണമെങ്കിലും ആരെ വേണമെങ്കിലും ആക്രമിക്കാനുള്ള ധൈര്യം നമുക്ക് കിട്ടി. ബൈക്ക് വേണമെങ്കിൽ അതാ കയറി നിന്നുമ്പോ ബാക്കിലിരിക്കുന്ന ആളെ, കുതിരപ്പുറത്തിരിക്കുന്നവരിക്കുന്ന ഒരു ബൈക്ക് ഉണ്ട്, ആ ബൈക്കുമായിട്ട് പറവറക്കുകയാണ് നമ്മുടെ നാട്ടിലൂടെ. എന്ത് മരുന്നാണ്, പോലീസുകാർക്കും പിടിക്കാൻ പേടിയാണ്. ഇതുപോലെ സമൂഹം വളർന്നു വരുമ്പോ നമ്മൾ മൈക്ക് കാട്ടിയിട്ട് പോരാടണം പോരാടണം എന്ന് പറഞ്ഞാൽ പോരാ, ഇതുപോലുള്ള കളിക്കളങ്ങൾ സംഘടിപ്പിക്കണം, ഇതുപോലുള്ള കളികളുണ്ടാവണം. മദ്യപിക്കാൻ പോകുന്ന ആളുകൾ ബീവറേജ് കോർപ്പറേഷൻ ക്യൂ നിൽക്കാതെ ഈ കളി കാണാൻ വേണ്ടി ഇവിടെ വന്നു കയറണം. അവർ ആവേശത്തോടുകൂടി കൈയടിക്കണം. ഒരു മനുഷ്യനെ പോലും നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല. നമ്മൾ പറഞ്ഞു തരുമ്പോൾ നമ്മൾ പറയും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. എനിക്കിതൊന്നും അങ്ങനെയല്ല പറഞ്ഞത്. ഒരു ജാതി, ഒരു മതം, അങ്ങനെയായിരിക്കും ഒരു പക്ഷേ പുള്ളി പറഞ്ഞിട്ടുണ്ടാകും. കാരണം സർവത്ര മതങ്ങൾ, സർവത്ര ജാതികൾ, തൊട്ടാൽ ജാതി, തീണ്ടിയ ജാതി, കുടിക്കുന്ന വെള്ളത്തിൽ ജാതി, എല്ലായിടത്തും ജാതി. വിവരവും വിദ്യാഭ്യാസവും കൂടുന്നതനുസരിച്ച് ജാതി സ്പിരിറ്റ് കൂടെ. എനിക്കും ഉണ്ടായിട്ടുണ്ട് കുറെ ജാതികൾ, ഓരോ എല്ലാം. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ വോളിബോളിലേക്ക് തന്നെ നിങ്ങളറിയാം, പലയിടത്തും ടൂർണമെന്റുകൾ നടക്കുന്നുണ്ട്, പല കളികളും നടക്കുന്നുണ്ട്. അവിടെ എല്ലാം പുറത്തുള്ള ആളുകൾ വരുന്നു കളി കാണാൻ. വോളിബോൾ കളിക്കാരുടെ ഇടയിൽ ജാതിയോ മതമോ ഒന്നുമില്ല. കാരണം ഇവരെല്ലാവരും ഒരുമിച്ച് ഒരേ റൂമിൽ ഒരേ പാത്രത്തിലുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളിലും ഒരുമിച്ച് ജീവിക്കാൻ ഇവർക്കിടയിൽ ഒരിക്കലും ജാതി വരാറില്ല. ഒരാൾ നിസ്കരിക്കാൻ പോകുമ്പോ അതിന് കാത്തു നിൽക്കാറുണ്ട് ഞങ്ങൾ. ഒരാൾ പള്ളിയിൽ പോകുമ്പോ അതിന് കാത്തു നിൽക്കാറുണ്ട്. അമ്പലത്തിലെ പോലെ പ്രസാദമായി കൊണ്ടുവന്ന് അത് ഞങ്ങളെല്ലാവരും കൂടി വീതം വെച്ച് തിന്നു. അങ്ങനെ നിൽക്കുന്ന വോളിബോൾ കളിക്കാരാണ്, അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന. എന്നാൽ ചില ആളുകൾ ഇപ്പോൾ അതിനകത്തേക്ക് കയറി വന്നിരിക്കുന്നു. ഇവരുടെ പരിപാടി എന്താണെന്നറിയോ? കൃത്യമായി പറഞ്ഞുതരാം. ഇവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കാനെന്ന മട്ടിൽ, നമ്മളെ കുറിച്ച് എന്തെങ്കിലും എഴുതാനെന്ന മട്ടിൽ, നമ്മളുടെ കുറെ ഫോട്ടോകൾ എടുക്കാനെന്ന മട്ടിൽ ഇവർ കയറി വരുന്നു. ഇവരുടെ ജാതിക്കാരെ, മതത്തിലുള്ള ആളുകളെ മാത്രം പ്രോത്സാഹിപ്പിക്കുക. സത്യമായിട്ടും ഇവരുടെ മതം, നിങ്ങൾ ഇങ്ങനെ എഴുതുന്നവരെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. അവരുടെ മതത്തിൽപ്പെട്ടവരെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന, അവരുടെ ജാതിയിൽപ്പെട്ടവരെ മാത്രം ഉയർത്തുന്ന ഒരു നാടല്ല നമ്മുടേത്. അങ്ങനെയുള്ളവർ തള്ളിക്കളയണം. അതിനാണ് ഇവിടെ രാഷ്ട്രീയം വേണ്ടത്, അതിനാണ് ഇവിടെ പുരോഗമന പ്രസ്ഥാനങ്ങൾ വേണ്ടത്. അതുപോലുള്ള പ്രസ്ഥാനങ്ങൾ ഇതുപോലെയുള്ളവരെ ആട്ടി അടിച്ച് പിണ്ടം വെക്കണം ഈ നാട്ടിൽ നിന്ന്. ഇതുപോലുള്ള ആളുകളെ വോളിബോളിന്റെ പരിസ്ഥിതിക്ക് നിന്ന് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനൊരു മുസ്ലിമാണ്, ഹിന്ദുവാണ്, ക്രിസ്ത്യാനിയാണെന്ന് അതിന് നേരം നിങ്ങൾ കിട്ടൂല. ഇപ്പൊ ഇവിടെ വന്ന് കളിച്ച ആൾക്കാർ കണ്ടോ? ഒരു കാലത്ത് പട പറ്റിയ ആൾക്കാരാണ്. ആ ഇരിക്കുന്നു മൊയ്തീൻ സാർ, IFS കിട്ടിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. കണ്ട ഇരിപ്പ് കണ്ട ഞങ്ങൾ പറയും ഞങ്ങളെ നാട്ടിലെ മമ്മൂട്ടിയാണ്. 60 വയസ്സ് കഴിഞ്ഞ് ഇപ്പോഴും മുടിഞ്ഞ വിളാവറ്. ഇയാളൊന്നും വോളിബോളിൽ നിന്ന് യാതൊരു ലാഭം ഉണ്ടാക്കാനല്ല വന്നത്, സ്വന്തം പൈസ മുടക്കി വരുന്ന ആൾക്കാരാണ്. എന്നാൽ വൈകുന്നേരം 2 വിട്ടിട്ട് ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കയറിയിട്ട് വോളിബോളിനെ കുറിച്ചൊക്കെ വലിയ ആധികാരികമായിട്ട് അവിടെ പ്രസംഗിക്ക് വരും, വലിയ വോയിസ് വിടും. ഒരിക്കലെങ്കിലും ഈ പ്രഭാതത്തിന് അടക്കാമരത്തിൽ ആമകരി പോലെയുള്ള വയറും വെച്ച് സംസാരിക്കല്ലാണ്ട് കളിക്കളത്തിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇടയ്ക്കൊരുത്തിന് ഞാൻ കണ്ടു, അങ്ങ് മലബാറിലെടുത്ത് പഴംപരിക്ക് റബ്ബർ ബാൻഡ് ഇട്ടോളുണ്ട്. ഇത്ര അടി, 4.25 അടി. വോളിബോൾ താരങ്ങളെ നിശിതമായിട്ട് വിമർശിക്കുക. അതോ നമ്മുടെ മതത്തിൽപ്പെട്ട ആളാണെങ്കിൽ അവനങ്ങൾ നന്നാക്കി വിടും. ഓൻ കളിച്ചതൊക്കെ ശരി. ഇതുപോലുള്ള ആൾക്കാരെ നമ്മൾ തിരിച്ചറിയണം. മദ്യത്തിനും മയക്കുമതിനെതിരെ പോരാടുകയല്ല ഉണ്ട്. ഇതുപോലുള്ള കളിക്കളങ്ങളുള്ളോ?
2 മുതൽ 22 കിലോ വരെ കൂടിയിട്ടുള്ള നിങ്ങളെ കനം കുറയ്ക്കണം. ഇല്ലെങ്കിൽ താഴെ വീണുപോയ മൊബൈൽ എടുക്കണമെങ്കിൽ വേറെ ആളുടെ സഹായം വേണമെങ്കിൽ താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ വയറാണ് കാണുക. അപ്പൊ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും കൊണ്ട് നമ്മുടെ മലയാളികൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മരുന്ന് 40 വയസ്സ് വരെ നമ്മൾ ആക്രാന്തം പിടിച്ച് മരുന്നിന്റെ ജീവിക്കും. എല്ലാവരും പൈസ ഉണ്ടാക്കും. എന്താ പറയുന്നത്? കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ഉണ്ടാക്കി വെക്കണം. നമ്മളെ കുട്ടികൾ വളരണം, വലുതാവണം. ഒരു കാര്യമില്ല. അങ്ങനെ ഉണ്ടാക്കി വെച്ച കുട്ടികൾക്ക് വേണ്ടി ജീവിക്കാതെന്ന പോലും നിങ്ങൾ പൈസ ഉണ്ടാക്കി വെച്ചെങ്കിൽ നിങ്ങൾ മണ്ടന്മാരാണ്. ആ പൈസ എടുത്ത് മക്കളെ കഞ്ചാവ് അടിക്കും. നിങ്ങളെ മക്കളൊക്കെ അടിക്കും. നമ്മൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, കളിക്കളങ്ങളിലേക്ക് വിടണം. അവരുടെ ജാതിയും മതവും ഇല്ലാതെ കളിക്കാനുള്ള സാഹചര്യം അവരുണ്ടാക്കി കൊടുക്കണം. അവനോട് പറയണം, അവനോട് കളിക്ക്. അവന്റെ വിവേചനം മനസ്സിലാക്കണം, അവന്റെ വികാരം മനസ്സിലാക്കണം. അതാകണം ഇന്ത്യ. അതാണ് ഇന്ത്യ. അതാണ് മതേതര കേരളം. ആ കേരളമാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾക്കറിയാം, ഏറ്റവും കരുത്തുറ്റ പെരിഞ്ഞിരത്തെ ആളുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരണ്ട. ഏറ്റവും രാഷ്ട്രീയമുള്ള, ഏറ്റവും സ്നേഹമുള്ള, ഏറ്റവും വോളിബോളിനെ സ്നേഹിക്കുന്ന കായിക പ്രേമികളായ ഒരുപറ്റം ആളുകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ പോലും നോക്ക്, മഴ പോലും മാറി നിന്ന് നിങ്ങളുടെ ഇച്ഛാശക്തി ഇത്രയും മാറ്റം സാഹചര്യം ഒരുക്കി തരുന്നു. ബാക്കി കളി നടന്ന സ്ഥലങ്ങളിലെല്ലാം മഴ ഇതാ പെയ്തുകൊണ്ടിരിക്കുന്നത്, കളി നിന്ന് പോയിരിക്കുന്നത്. ഇവിടെ നടന്നിട്ടില്ല. കാരണം അവൻ പോലും, ദേവേന്ദ്രൻ പോലും തോറ്റുപോയി. പറഞ്ഞു പെരുന്നേരത്ത് മഴ പെയ്യണ്ട, കളി തീർന്നോട്ടെ, നാട്ടുകാരവിടെ എൻജോയ് ചെയ്യട്ടെ. കുറെ കാലത്തിന് ശേഷം. അതിന് കൊറോണ വന്ന സമയത്ത് പറയാനുള്ളത്, നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി. അച്ഛനും അമ്മയും മക്കളും ഒന്നും ഒരു ബന്ധവുമില്ല. കുറെ ആളുകൾ വരും, കുറെ ആളുകൾ വീട്ടിൽ നിന്ന് പോകും. അച്ഛൻ ഒരുപാട് ലേറ്റ് ആയിട്ട് വരും, ചിലപ്പോൾ 2 വിടും. മക്കളാണെങ്കിൽ പഠിക്കാനെന്ന വ്യാജന അവിടെ എവിടെയെങ്കിലും ഇരിക്കുക, എന്തെങ്കിലുമൊക്കെ കളിക്കും. അടുത്തല്ല. അമ്മയാണെങ്കിൽ അടുക്കളയിൽ തന്നെ പാചകം. പക്ഷേ ഈ കൊറോണ വന്നപ്പോൾ ഗൾഫിൽ നിന്ന് മറ്റുള്ള ആളുകളും ഒക്കെ വന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അച്ഛനും അമ്മയും മക്കളും ഒക്കെ നല്ലപോലെ കഥ പറയാൻ തുടങ്ങി. മക്കളുടെയും അച്ഛന്റെയും അമ്മന്റെയും ഒക്കെ ഇഷ്ടാനിഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ തുടങ്ങി. വളരെ സ്നേഹപൂർവ്വം ചക്ക മുറിച്ച് വേവിച്ച് പുഴുങ്ങി തിന്നാൻ തുടങ്ങി. കാച്ചിലും കണ്ടിക്കഴിഞ്ഞും ചേരയുമെല്ലാം തിന്നാൻ തുടങ്ങി. പലരുടെയും നമ്മുടെ ആഘോഷങ്ങൾ വരുമ്പോൾ അതിൽ പഴഞ്ചക്കയിലും മറ്റും ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് ആളുകൾ ഗൂഗിളിലൂടെ നോക്കി കറികൾ ഉണ്ടാക്കാൻ തുടങ്ങി. കറികൾ ഉണ്ടാക്കാൻ പഠിക്കുകയാണ് ആദ്യമായിട്ട്. ഇതെല്ലാം പഠിച്ചു. രണ്ടാമത് വീണ്ടും കൊറോണ വന്ന് ലോക്ക്ഡൌൺ വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്? നമുക്കും അടുത്തു തുടങ്ങി. ഭാര്യയെ നമ്മൾ എന്ത് ചെയ്ത്? പാമ്പിനെ വിട്ട് കൊത്തിച്ചു കൊല്ലാൻ നോക്കി, അടിക്കാൻ നോക്കി. അയ്യോ, വെള്ളം അടിച്ചൊന്ന് തലക്കടിക്കാൻ നോക്കി. അപ്പൊ നമുക്ക് വീണ്ടും എടുത്തു. അടുത്തതായപ്പോഴേക്ക് വീണ്ടും എടുക്കുകയാണ്. ഇപ്പൊ ഡിവോഴ്സിന് എണ്ണം നോക്ക്, ഭയങ്കരമാണ്. വക്കീലന്മാർക്ക് ഇതാണ് ഏറ്റവും നല്ല പരിപാടി. ഇനി വക്കീലാന്നല്ല, ഡിവോഴ്സ് അത്രയും പെരുകി വരിക. കാരണം ഒരാൾക്ക് മുമ്പിൽ തോറ്റു കൊടുക്കാൻ നമ്മൾ പഠിക്കില്ല. ഞാൻ പഠിച്ച സ്വഭാവങ്ങളൊന്നും അല്ല, ഇനി ഞാൻ നേരിട്ട ബുദ്ധിമുട്ടൊന്നും എന്റെ കുട്ടി നേരിടരുത്. ഞാൻ നടന്നു പോയിട്ടുണ്ടെങ്കിൽ എന്റെ കുട്ടി വിമാനത്തിൽ പോകണം. എന്നിട്ട് എന്ത് കാര്യം? കുറെ ആളുകളെ കാണാം, ശ്രീകൃഷ്ണനിക്ക് ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻ സിസേറിയൻ നടക്കുന്നു. പക്ഷെ സ്വഭാവം ശ്രീകൃഷ്ണനല്ല, കംസന്റെ സ്വഭാവം. നല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ ഈ സ്വഭാവമൊക്കെ മാറി നല്ലൊരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, നാടിന്റെ കായിക വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ വോളിബോളും ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ ഒരുമിച്ച് കളിക്കണം. നിങ്ങൾ കണ്ടോ, അടുത്ത കളിക്കുമ്പോ ഓരോ ബോൾ തീർക്കുന്ന ആളുകളെ ഓടി വരും മറ്റുള്ള ആളുകൾ. അവർ ആശ്ലേഷിക്കും, അവരത് കൈയട്ടും. അതുപോലെ അഭിനന്ദിക്കാറുണ്ടോ നിങ്ങൾ? ഒരു മനുഷ്യരെ നമ്മൾ ആരെങ്കിലും പൊതുജനങ്ങളിൽ അഭിനന്ദിക്കാറുണ്ടോ? ഓഫീസുകളിൽ നമ്മൾ അഭിനന്ദിക്കാറുണ്ടോ? ഇല്ല. ഇഷ്ടാണ്, നമുക്ക് അസൂയാണ്. എന്റെ കൂട്ടുകാരൻ ഒരു ലോട്ടറി അടിച്ചാൽ ഞാൻ അറ്റാക്കാവും. പക്ഷെ ഞാൻ അറിയാത്ത ഏതോ ഒരുത്തര് എത്ര കോടി അടിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഈ ദുഷിച്ച ചിന്തകളാണ് മാറേണ്ടത്. ആലോചിച്ചോക്ക്, നമ്മൾ പാസ് എടുക്കുന്നു, അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അടിക്കുന്ന ആൾക്ക് മാത്രമാണ് കയ്യടി കിട്ടുന്നത്. തെറ്റ് ചെയ്തു കൊടുക്കുകയാണ്. മെസ്സിയെ നിങ്ങൾ കണ്ടില്ലേ? 10 പേര് കയറി ഓടുന്നു, മെസ്സിക്ക് പാസ് കൊടുക്കുന്നു. മെസ്സി ഗോൾ അടിച്ചു കഴിഞ്ഞാൽ മെസ്സി അതേപോലെ ജേഴ്സി ഊരി ഓടുന്നു. എല്ലാവരും മെസ്സിക്ക് പറയുന്നു. പക്ഷെ കൂട്ടായ്മയുണ്ടല്ലോ, നമ്മുടെ സമൂഹം വലുതാകാൻ, നമ്മുടെ നാട് വലുതാകാൻ, നമ്മുടെ രാജ്യം വലുതാകാൻ, ഇതെല്ലാം നന്നാകാൻ വേണ്ടിയിട്ട് ജാതി മതവും നോക്കാതെ ഇവര് കെട്ടിച്ചു കൊടുക്കുന്ന ആളുകളുണ്ടോ, അവരാണ് നമ്മുടെ യഥാർത്ഥ നട്ടല്. അതുപോലെ ആയിരിക്കണം ഈ സമൂഹം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാറുള്ളൂ. ഇവിടെ മികച്ച കളികളാണ് നടക്കാൻ പോകുന്നത്. ഇത് സംഘടിപ്പിച്ചിട്ടുള്ള ഈ സമയത്ത് ഇത് സംഘടിപ്പിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ ടൂർണമെന്റിനെ നിങ്ങൾ ഇനിയും അകമഴിഞ്ഞ് സഹായിക്കണം. ഇനിയും ഈ ടൂർണമെന്റ്, ഇതുപോലുള്ള ടൂർണമെന്റുകൾ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഈ സംഘാടകരോട് നിങ്ങൾ എന്നും പറയണം. അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും വോളിബോളും ഫുട്ബോളും മറ്റെല്ലാ കളികളുമായിട്ട്
എന്നും ബന്ധപ്പെട്ട് കിടക്കണം. എന്നാൽ മാത്രമേ നമ്മൾ പറയുന്ന മതസൗഹാർദ്ദം ഈ നാട്ടിൽ ഉണ്ടാകൂ എന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് കളി നടക്കുന്നിടത്ത് ഇത്രയും കൂടുതൽ പ്രസംഗിക്കുന്നത് നല്ലതല്ല. അവർ വാമുക്കിലാണ്. അതുകൊണ്ട് ഞാൻ 2 വാക്ക് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവർക്കും ആരോഗ്യകരമായ ആയുസോട് കൂടിയിട്ടുള്ള ഒരു ഇത് നേരുകയാണ്. ഇതാ നടന്നു വരുന്ന ഒരു ശാൽഭാസ്കർ എന്ന് പറയുന്ന മനുഷ്യരുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് പരാമർശിക്കാതെ ഇരുന്നാൽ അത് മോശമായി പോകും. കാരണം അദ്ദേഹം 30 വർഷമായിട്ട് വോളിബോളിന്റെ പുറകെ നടക്കുന്ന ഒരു മനുഷ്യമാണ്. ഈ വോളിബോൾ താരങ്ങളെ കുറിച്ച് എന്തെങ്കിലും വാട്സപ്പിൽ 2 വാക്ക് പറയാൻ അധികാരമുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനെ പോലുള്ള ആളുകളാണ്. കാരണം ഈ വോളിബോളിന്റെ പുറകെ നടക്കുകയാണ്. അല്ലാതെ 6 കളിക്കാരെ കൊണ്ടുപോയിട്ട് 7 പേരുടെ പൈസ വാങ്ങിയിട്ട് അതിൽ നിന്ന് കമ്മീഷൻ അടിച്ചു മാറ്റുന്ന ആളുകൾക്കല്ല. നിങ്ങൾ ഓർക്കുക, അവർക്ക് പന്ത് കളിച്ചിട്ടില്ല, അവർ പന്ത് കളിക്കാറില്ല. കിടന്നുറങ്ങേണ്ട പ്രഭാതങ്ങൾ കൈ രണ്ട് കാലിനിടയിൽ വെച്ചിട്ട് 6 മണിക്ക് 7 മണിക്ക് 8 മണിക്ക് കിടന്നുറങ്ങുക. സായാഹ്നങ്ങൾ ഇതൊന്നും വോളിബോൾ കളിക്കാരൻ കാണാറില്ല. അവന്റെ പ്രാക്ടീസ്, അവന്റെ പരിക്ക്, അവന്റെ ഭക്ഷണം, അവന്റെ റെസ്റ്റ്, ഇങ്ങനെ പോകുന്ന ആളുകളെ വിമർശിക്കാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ വർഗീയവാദികൾ വന്നിരിക്കുന്നു. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഇതൊന്നും നിങ്ങൾ അനുവദിക്കരുത്, ഈ മണ്ണിൽ നിന്ന് തുടങ്ങണം പുതിയ വിപ്ലവം എന്ന് മാത്രം നിങ്ങളോട് എല്ലാവരും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന ആശംസയോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കളിക്കളങ്ങളിലെ വീറുറ്റ പ്രകടനങ്ങൾ കൊണ്ട് മാത്രമല്ല അദ്ദേഹം പ്രിയപ്പെട്ട കളിക്കാരനാകും. സത്യം